നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രനെതിരെ പരോക്ഷ വിമർശനവുമായി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം മണി. എസ് രാജേന്ദ്രൻ എല്ലാം നൽകിയത് പാർട്ടിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഡീൻ കുര്യാക്കോസിനെതിരായ വിമർശനത്തിൽ ഉറച്ചുനിന്നു. താൻ പറയുന്നത് തന്റേതായ രീതിയിലും ശൈലിയിലുമാണ്. അങ്ങനെ മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ മാറാനും പറ്റില്ല. ഓരോരുത്തർക്കും അവരുടെ രീതിയുണ്ട്. കേസുകളെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയും വിമർശിക്കുന്നുണ്ടല്ലോ എന്നും ചോദിച്ചു. താൻ ജില്ലാ സെക്രട്ടറിയായ കാലത്താണ് രാജേന്ദ്രനെ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തത് എന്നും പറഞ്ഞ മണി രാജേന്ദ്രൻ അത് മറന്നതുകൊണ്ടാണ് പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നതെന്നും വിമർശിച്ചു. പാർട്ടി നൽകിയത് എല്ലാം മറന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചാൽ അതിനെ പ്രതിരഹിത പ്രവർത്തനം എന്നാണ് പറയുക. അത് രാജേന്ദ്രനല്ല, താൻ ചെയ്താലും മറ്റാര് ചെയ്താലും അങ്ങനെ തന്നെയാണ്. എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകില്ല എന്നാണ് കരുതുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരായ അധിക്ഷേപ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നതായി എം മണി വീണ്ടും ആവർത്തിച്ചു. വാക്കിന്റെ അർത്ഥമറിഞ്ഞ് തന്നെയാണ് വിമർശിച്ചത്. പ്രസംഗത്തിൽ ഖേദമില്ല, അതിൽ തിരുത്താനും തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ കേസെടുക്കാം. കേസിനെ ഒട്ടും തന്നെ ഭയക്കുന്നുമില്ല. കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നും എം മണി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ സമാന രീതിയിൽ ജില്ലാ മെമ്പർ അടക്കം അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് മണിയാശാന്റേത് അദ്ദേഹത്തിന്റെ ഒരു ശീലമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന സാധാരണക്കാരുടെ ഭാഷയാണ്. ആ ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നായും അതിനെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർ ഇതിന് ഒരു കേസെടുക്കാനുള്ള സാധ്യതയും സാഹചര്യവും കൂടുതലാണ്. എന്തായാലും രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമോ, ജാവദേക്കറുമായുള്ള ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെതിരെ പരോക്ഷ വിമർശനവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം എം മണി രംഗത്തെത്തുമ്പോൾ രാജേന്ദ്രന്റെ ഒരു പ്രതികരണം ഇതിൽ എങ്ങനെയാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.